ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിൽ മസാർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ UAE പോലും ഇത്ര ഗ്രീനറി ആയിട്ട് ഇത്രയും നല്ലൊരു അടിപൊളി കമ്മ്യൂണിറ്റി ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വേറല്ല. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് പറയുമ്പോൾ ഇവിടെ ഒരു ടൗൺ ഹൗസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1.5 മില്യനാണ്. ഈ പ്രൈസ് നിങ്ങൾക്ക് ദുബായിൽ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് ഏകദേശം ഈ പ്രൈസ് വരും. ഇനി ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നതിൻ്റെ മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷാർജയിൽ എന്ന് പറയുമ്പോൾ ഇത് ഫ്രീ ഹോൾഡാണ്, ലീസ് ഹോൾഡ് അല്ല. ഫ്രീ ഹോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ തലമുറയായിട്ട് കൈമാറാൻ പറ്റുന്ന പ്രോപ്പർട്ടി. പിന്നെ ഒരു അപ്പാർട്ട്മെൻറ്റും ടൗൺ ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബിൽഡിങ്ങാണ് കിട്ടുന്നത്. നേരെ മറിച്ച് ഒരു ടൗൺ ഹൗസ് എന്ന് പറയുമ്പോൾ ആ പ്ലോട്ടും അതായത് ആ യൂണിറ്റ് നിൽക്കുന്ന ആ ലാൻഡും പിന്നെ ആ വീടും രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കിട്ടുകയാണ്. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡ് വാങ്ങലാണ്. അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ നിൽക്കുന്ന പ്ലോട്ടിൽ മൊത്തം അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പ്ലോട്ട് പോകുന്നത്. നേരെ മറിച്ച് ടൗൺ ഹൗസിൽ എന്ന് പറയുമ്പോൾ ആ മൊത്തം യൂണിറ്റിനാണ് ലാൻഡ് ഫുള്ള് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർക്ക് ടൗൺ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതും ടൗൺ ഹൗസിന് മാത്രം ഏറ്റവും കൂടുതൽ റിട്ടേൺ വരാനുള്ള കാരണം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡെവലപ്പർ ആരാന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയുണ്ടാവും, ദുബായിൽ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ ഡെവലപ്പറാണ് ഇമാർ. ദുബായിൻ്റെ ദുബായിൻ്റെ മെയിൻ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന ഡെവലപ്പറും ഇമാറാണ്. ഇതേപോലെ ഷാർജയിൽ മെയിൻ ഗവൺമെൻറ് ഡെവലപ്പറാണ് അറാദ. ഈ അറാദൻ്റെ പ്രൊജക്റ്റാണ് ഈ മസാർ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി. ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ പ്രത്യേകത എടുത്ത് നോക്കുകയാണെങ്കിൽ UAE പോലെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഗ്രീനറി അല്ലെങ്കിൽ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായ പരിപാടിയല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഡെവലപ്പർ എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഫൈനാൻസ് ഈ പ്രൊജക്റ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ലാൻഡും പ്ലോട്ടായിട്ടും അല്ലെങ്കിൽ ഒരു ടൗൺ ഹൗസായിട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ടോപ്പ് ഗവൺമെൻറ് ഡെവലപ്പറിൻ്റെ പ്രൊജക്റ്റ് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊജക്റ്റ് വർക്ക് കഴിഞ്ഞാലും ഇവർ ഈ പ്രൊജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് UAE എപ്പോഴും ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഡെവലപ്പറിൻ്റെ പ്രൊജക്റ്റ് എടുക്കുന്നത്. ഈ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ഷാർജ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടും വരുന്നില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇവിടുത്തെ മെയിൻ റോഡ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീൻ്റെ അടുത്ത് ഏതൊക്കെ റോഡ്സ് എന്ന് നോക്കിയാൽ ഷെയ്ഖ് സായദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, അത് കഴിഞ്ഞിട്ടുള്ള എമിറേറ്റ്സ് റോഡ്. അതിൽ ഈ ഷെയ്ഖ് സായദ് റോഡും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡും എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ഇപ്പോൾ റോഡൊക്കെ. എമിറേറ്റ്സ് റോഡാണെങ്കിൽ അത്ര ബ്ലോക്ക് വരുന്നില്ല, പിന്നെയും കുറേയൊക്കെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ എമിറേറ്റ്സ് റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ കമ്മ്യൂണിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട് നിങ്ങൾക്ക് ഷാർജയിൽ വേറെ സ്ഥലത്തൊക്കെ പോകാൻ ഒന്നുകൂടി കമ്പാരിറ്റീവ്ലി നല്ല ഈസി ആയിരിക്കും. ഇവിടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻലി ആൾക്കാരുടെ ഫോക്കസ് എന്നത് റെൻറ്റ് ജനറേറ്റ് ചെയ്യാനില്ല, മെയിനായിട്ട് എൻഡ് യൂസിനാണ്, അതായത് ഇങ്ങോട്ട് മാറി താമസിക്കാൻ. കാരണം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇതേപോലെ നല്ല കമ്മ്യൂണിറ്റി UAE വേറെ കിട്ടാനില്ല. ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ 2 ബെഡ്റൂം ടൗൺ ഹൗസ്, 3 ബെഡ്റൂം ടൗൺ ഹൗസ്, 4 ബെഡ്റൂം ടൗൺ ഹൗസ്, അതേപോലെ 4 ബെഡ്റൂം വില്ല, 5 ബെഡ്റൂം വില്ല, 6 ബെഡ്റൂം വില്ല, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അപ്പാർട്ട്മെൻറ്റ് ടൈപ്പില്ല. ഒരു ടൗൺ ഹൗസ് അല്ലെങ്കിൽ വില്ല കമ്മ്യൂണിറ്റി മാത്രമേ ഈ കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.5 മില്യനാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 2 ബെഡ്റൂം ടൗൺ ഹൗസ്. പേയ്മെൻറ്റ് പ്ലാൻ ആണെങ്കിലോ 30-70 പേയ്മെൻറ്റ് പ്ലാൻ. ഈ 30-70 എന്ന് പറയുമ്പോൾ ഈ ആദ്യം പറഞ്ഞ 30 എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ടൈമിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അതായത് 3 വർഷം 30% നിങ്ങൾ കൊടുത്ത് തീർത്താൽ മതി. അത് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷം 10%, മന്ത്ലി 1% പോലും തികച്ച് വരില്ല. ബാക്കി 70% ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷായിട്ട് ക്ലോസ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല മോർഗേജ് കമ്പനീനെ പോയി കണ്ടിട്ട് ബാക്കി 70% മോർഗേജ് ചെയ്തിട്ട് എത്ര വർഷത്തിന് നിങ്ങളെ കൊണ്ട് കഴിയാന്ന് വെച്ചാൽ അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി 4,000 ദിർഹംസ് ഒക്കെ വരുള്ളൂ. ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതേപോലൊരു കമ്മ്യൂണിറ്റി വേറെ UAE വേറെ എവിടെയും കിട്ടില്ല. ഈ ഡെവലപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രമേ ഒരു ടൈമിൽ റിലീസ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു റിലീസിൽ ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 2000 യൂണിറ്റ്സേ മാക്സിമം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അഥവാ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റീസെല്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നല്ല വാല്യൂ ഉണ്ടാവും, അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ പറഞ്ഞ പോലെ 30% എന്ന് പറയുമ്പോൾ ഏകദേശം 4.5 ലക്ഷം ദിർഹംസേ ആകെ വരുള്ളൂ 3 വർഷം കൊണ്ട് കൊടുത്തു തീർക്കേണ്ടത്. ഒരു വർഷം 1.5 ലക്ഷം ദിർഹംസ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ എൻട്രിയിൽ നല്ലൊരു കമ്മ്യൂണിറ്റി നല്ലൊരു ലൈഫ് സ്റ്റൈൽ UAE വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നല്ല അവൈലബിൾ യൂണിറ്റ്സ് നോക്കിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ പറ്റും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീൻ്റെ മൊത്തം ഒരു ലുക്ക് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്സ് ബാക്കി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണ്ടാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടും.